കോഴിക്കോട് നിന്നും ബാലുശ്ശേരി വഴി കൂട്ടാലേട് വരെ പോകുന്ന മറിൻ്റെ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ബാലുശ്ശേരിയിൽ നിന്നാണ് ഈ ഒരു ബസ്സിൽ കയറിയത്. കോഴിക്കോട് നിന്നും 3:35 ഈ ഒരു ട്രിപ്പ്. കോഴിക്കോട് നിന്നും കക്കോടി, ചേളന്നൂർ, കാക്കൂർ, നെന്മണ്ട വഴിയാണ് ബാലുശ്ശേരിയിലോട്ട് എത്തിയത്. ഇത് ബാലുശ്ശേരി സ്റ്റാൻഡാണ്. ഡ്രൈവർ ദ്വിജാനത്തേട്ടനും കണ്ടക്ടർ പ്രസാദേട്ടനുമാണ്. അങ്ങനെ നമ്മുടെ ബസ് കൂട്ടാലേടയിലോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ബാലുശ്ശേരിയിൽ നിന്നും കൂട്ടാലേടയിലോട്ട് 7.2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്നും വലത്തോട്ടാണ് പോകേണ്ടത്. ഇടത്തോട്ട് പോയാൽ താമരശ്ശേരിയാണ്. ബാലുശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന നശ്വ ബസ്സാണ് ഇപ്പം മുന്നിൽ പോകുന്നത്. കൊയിലാണ്ടിയിൽ നിന്നും ബാലുശ്ശേരി വഴി താമരശ്ശേരിയിലോട്ട് പോകുന്ന ഷിംല ബസ്സാണ് അത്. ബാലുശ്ശേരിയിൽ നിന്നും ബ്ലോക്ക് ഓഫീസ്, മഞ്ഞപ്പാലം, കൊട്ടാരമുക്ക്, തൃക്കുറ്റിശ്ശേരി, കരുവള്ളിക്കുന്ന് വഴിയാണ് കൂട്ടാലിടയിലോട്ട് പോകുന്നത്. മറിൻ്റെ തന്നെ കൂരാച്ചുണ്ട് റൂട്ടിലോടുന്ന ദിഗംബരം ബസ്സിൻ്റെയും കുന്നമംഗലം റൂട്ടിലോടുന്ന നങ്ങേരി ബസ്സിൻ്റെയും വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഇട്ടതാണ് കേട്ടോ. ബാലുശ്ശേരി വൈകുണ്ഠത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്ലോക്ക് ഓഫീസിലെത്തിയിട്ടുണ്ട്. ബ്ലോക്ക് ഓഫീസിൻ്റെ അടുത്ത് നിന്നും വലത്തോട്ടുള്ള റോഡാണ് കൂട്ടാലിട കൂരാച്ചുണ്ട്. നേരെ പോയാൽ കൊയിലാണ്ടിയാണ്. ഇവിടെ നിന്നും മഞ്ഞപ്പാലം, തൃക്കുറ്റിശ്ശേരി, കരുവള്ളിക്കുന്ന് വഴിയാണ് പോകുന്നത്. വെറും 6 കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യേണ്ടതുള്ളൂ കേട്ടോ ഇവിടെ നിന്ന്. കൂട്ടാലിടയിൽ നിന്നും ബാലുശ്ശേരി ഭാഗത്തോട്ട് എപ്പോഴും ബസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. മറിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒറ്റയാൻ ബസ്സാണ് കേട്ടോ അത്. ഇതിന് പുറമെ പാവങ്ങാട് കോഴിക്കോട് റൂട്ടിലോടുന്ന ഒരു സിറ്റി ബസ്സും പിന്നെ കുന്നമംഗലം കോഴിക്കോട് റൂട്ടിൽ 2 ബസ്സുകളും അതിന് പുറമെ കോഴിക്കോട് കൂരാച്ചുണ്ട് റൂട്ടിലോടുന്ന ദിഗംബരം ബസ്സും പിന്നീട് 3 വേറെ ബസ്സുകളുണ്ട് കേട്ടോ ഈ ഒരു മറിൻ്റെ ഗ്രൂപ്പിന്. ഒട്ടാകെ 8 ബസ്സുകളാണ് ഉള്ളത്. മഞ്ഞപ്പാലം ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം.
മഞ്ഞപ്പാലം ബസ് സ്റ്റോപ്പിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് വാഗയാട്ടേക്കും വലത്തോട്ടുള്ള റോഡ് ബാലുശ്ശേരിക്കുമാണ്. കൂട്ടാലിടയിൽ നിന്നും ബാലുശ്ശേരി വരെ പോകുന്ന കിരൺ ബസ്സാണ് ഇപ്പോൾ പോയത്. തികച്ചും ഗ്രാമപ്രദേശമാണ് കേട്ടോ ഈ ഒരു കൂട്ടാലിട ബാലുശ്ശേരി കൂരാച്ചുണ്ട് റോഡ് എന്നൊക്കെ പറയുന്നത്. നിലവിൽ ഇതേ റൂട്ടിലൂടെ തന്നെ ഓടുന്ന മെറിൻ്റെ ദിഗംബരൻ ബസ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവുകയെ. അങ്ങനെ നമ്മൾ കൊട്ടാരമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരമുക്കിൽ നിന്നും നേരെ പോകുന്നത് വാഗയാട്ടോട്ടാണ്. നമ്മൾ പോകേണ്ടത് വലത്തോട്ടാണ്. ഈ ഒരു ബസ് കൂട്ടാലിട കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന അനാമിക എന്ന് പറയുന്ന ബസ്സിന് TP ഓടുമ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കൊട്ടാരമുക്ക് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് തെക്കുറ്റിശ്ശേരിയിലോട്ടാണ്. തെക്കുറ്റിശ്ശേരി പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തെക്കുറ്റിശ്ശേരിയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് വാഗയാട്ടോട്ടാണ്. തെക്കുറ്റിശ്ശേരി സ്കൂൾ സ്റ്റോപ്പാണ് ഇത്. മെറിൻ്റെ ഐഷർ ചേസസിലുള്ള 2 വണ്ടികളിലൊന്നാണ് കേട്ടോ ഇത്. മറ്റേ ബസ് കുന്നമംഗലം കോഴിക്കോട് ഓടുന്ന നങ്ങേലി ബസ്സാണ്. അതിൻ്റെ വീഡിയോയും നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടതാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമങ്ങളാണ് കേട്ടോ കൂട്ടാലിട കൂരാച്ചുണ്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ കൂട്ടാലിട ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടാലിടയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡ് നടുവണ്ണൂർക്കാണ്. നടുവണ്ണൂരിലോട്ട് 5.3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ട്രാവൽ ചെയ്യാൻ. നേരെ പോകുന്നത് കൂരാച്ചുണ്ട് റോഡുമാണ്. അങ്ങനെ നമ്മൾ 4:50 കൂട്ടാലിട സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ബസ്സിന് വെറും 5 മിനിറ്റ് മാത്രമേ റെസ്റ്റിംഗ് ടൈം ഉള്ളൂ കേട്ടോ. 4:50 ഇവിടെ എത്തി 4:55 തന്നെ കോഴിക്കോട്ടേക്ക് പോകും കേട്ടോ.
എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ച നമ്മുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അതേപോലെ സുനിലേട്ടനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കല്ലാനാട് കോഴിക്കോട് റൂട്ട് ഓടുന്ന ഹെവൻ ബസ്സിൻ്റേതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വിൻ. സൈനിങ് ഔട്ട്. ബൈ.